Hi guys, Assalamu alaikum. എല്ലാവർക്കും നമസ്കാരം. ഹനാസ് ട്യൂട്ടോറിയൽ ചാനലിലോട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു അടിപൊളി ഡിഷാണ്. ഒരു യമ്മിയാണ് അത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ് അത്. അതിനു മുമ്പായി നിങ്ങൾ എൻ്റെ പഴയ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ പ്ലീസ് കാണുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത്. ഹലോ, എല്ലാവർക്കും നമ്മുടെ കിച്ചണിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളിയായിട്ടുള്ളൊരു പരിപ്പ് വടയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 1 കപ്പ് നമ്മുടെ വടപ്പരിപ്പാണ്. അതിൻ്റെ കൂടെ ഒരു 1/4 കപ്പ് നമ്മുടെ കടലപ്പരിപ്പ് കൂടെ ആഡ് ചെയ്ത് 3 hours സോക്ക് ചെയ്ത് വെച്ചതാണ്. നമുക്ക് നാട്ടിലൊക്കെ വടപ്പരിപ്പ് അവൈലബിൾ ആണ്. എന്നാൽ നമുക്ക് ഇവിടെ കിട്ടുന്ന പരിപ്പ് ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാ ഈ ഒരു പരിപ്പാണ്, മട്ടർ ദാൽ എന്നാണ് നമുക്ക് മേടിക്കാൻ കിട്ടുന്നത്. ഈ പരിപ്പിൽ ചെയ്താൽ മാത്രമേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടുള്ളൂ, അതായത് നമ്മുടെ നാട്ടിലെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ അത് ഞാൻ 2-3 പരിപ്പിലൊക്കെ ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട്, പക്ഷേ എനിക്ക് ആ ടേസ്റ്റ് കിട്ടിയിട്ടില്ല. ഇത് ചെയ്തപ്പോൾ നല്ല സൂപ്പറായിട്ട് കിട്ടി കേട്ടോ. ഇപ്പോൾ ഇതിന് നമുക്ക് ജസ്റ്റ് ഒന്ന് വെള്ളം ഒന്ന് ഡ്രെയിൻ ചെയ്ത് കളയാം. അപ്പോൾ ഡ്രെയിൻ ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ പരിപ്പ് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ കണ്ടിട്ടില്ലേ, നമ്മുടെ പരിപ്പ് ഇങ്ങനെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് മുഴുവനെ കിടക്കുന്ന കണ്ടിട്ടില്ലേ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിത് മാറ്റുന്നത്. അപ്പോൾ ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഈ പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒത്തിരി ഫുള്ളായിട്ടിട്ട് നിറയ്ക്കേണ്ട ആവശ്യമില്ല. ഒരു മിക്സിയുടെ ഒരു 1/4 ഭാഗമായിട്ട് നമുക്ക് ജസ്റ്റ് അടിച്ചെടുക്കാം. ഞാനിവിടെ അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതാണ്ട് ഏകദേശം ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ അടിച്ചെടുക്കാനുള്ളത്. ജസ്റ്റ് കയ്യിലൊന്ന് എടുത്തു തരാം കേട്ടോ. നമ്മളിങ്ങനെ ഒരു ബോൾസ് പിടിച്ചാൽ നമുക്കത് പിടിക്കാൻ പറ്റണം, അങ്ങനത്തെ പരുവത്തിൽ നമ്മൾ അടിച്ചെടുക്കുക. ഇനി നമുക്കിതിനെ ഒരു ബോളിലോട്ട് മാറ്റാം. ബാക്കിയുള്ള പരിപ്പും കൂടെ നമുക്കിതുപോലെ അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാ പരിപ്പും അടിച്ച് ബോളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. ആദ്യമായിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ച പരിപ്പ് തന്നെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിലോട്ട് നമുക്ക് ഒരു വലിയ സവോള കുഞ്ഞായിട്ട് അരിഞ്ഞത് നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഒരു കുഞ്ഞ് ഇഞ്ചിയെ കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ 2 പച്ചമുളക് അത് റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൂടെ ആഡ് ചെയ്യാവേ. നമ്മൾ ഏരിയൊക്കെ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് കറിവേപ്പില ആഡ് ചെയ്യാം, അതും കുഞ്ഞായിട്ടാണ് അരിഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു 1/4 ടീസ്പൂൺ നമ്മുടെ കായപ്പൊടി ഉണ്ടല്ലോ, അത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മതി കേട്ടോ, അതിന് ധാരാളം. ഇനി നമുക്കിതിലോട്ട് ആഡ് ചെയ്യാനുള്ളത് മുഴുവനോടുള്ള പെരിഞ്ജീരകമാണ്. അത് നമുക്ക് 1 ടീസ്പൂണാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഞാനിപ്പോൾ വേറെ പൊടികൾ, നമ്മൾ ചില്ലി പൗഡർ ആഡ് ചെയ്തിട്ടില്ല. അതിന് പകരം നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യുന്നത് ക്രഷ് ചെയ്ത് വെച്ച നമ്മുടെ ചില്ലി ഫ്ലേക്സ് ആണ്. അപ്പോൾ ജസ്റ്റ് ഒരു മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ഫൈനലി നമ്മളെ ഉപ്പും കൂടെ ചേർത്ത് നമുക്കൊന്ന് ജസ്റ്റ് ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്നാൽ നമുക്ക് ഈ സ്പൂണൊന്ന് മാറ്റിയിട്ട് നമ്മുടെ കൈയൊന്ന് വാഷ് ചെയ്തിട്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ കൈ കൊണ്ട് മിക്സ് ചെയ്താലേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ഒരു മിക്സിങ് ശരിയാവത്തുള്ളൂ. ഈ മസാല മൊത്തത്തിൽ മിക്സ് ആവണം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു ബൗൾസാക്കി എടുക്കാം. ചെറിയ ബൗൾസാക്കി എടുത്തിട്ട് നമ്മുടെ കയ്യിൽ വെച്ച് ഇതുപോലെ വെച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തെടുക്കാം കേട്ടോ. ഇതാ കണ്ടില്ലേ, ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ മതി. കണ്ടോ, ബാക്കിയുള്ളതൊക്കെ ഞാൻ ഇതുപോലെ ചെയ്തെടുത്തതാണ്. ഇനിയിപ്പോൾ നമ്മുടെ ഒരു ഇരുമ്പ് ചട്ടിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ വട പറക്കി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 2 വട വെച്ചാണ് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത്, ഒരുപാടിട്ട് ക്രൗഡ് ആക്കുന്നില്ല. അപ്പോൾ നമ്മുടെ വടയൊക്കെ നന്നായിട്ട് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. ജസ്റ്റ് അപ്പുറവും ഇപ്പുറവും ഒക്കെ ഫ്രൈ ചെയ്തെടുത്താണ്. ഇനി ഇത് നല്ല ഗോൾഡൻ കളറും ആയിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു ടിഷ്യൂ പേപ്പറിലോട്ട് മാറ്റാം. കണ്ടില്ലേ, വളരെ മനോഹരമായിട്ടില്ലേ നമ്മുടെ ഈ പരിപ്പ് വട. ഇനി നമുക്ക് ഈ ഒരു പാത്രത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക്, കുഴിവുള്ള ഒരു പാത്രത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമുക്ക് ഓയിൽ സേവ് ചെയ്യാൻ പറ്റും. കുറച്ച് ഓയിൽ ഒഴിച്ചാൽ മതി. ബാക്കിയുള്ളത് ഞാൻ ഇതുപോലെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ 3 വെച്ച് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കുഞ്ഞു വടാസ് ആയതുകൊണ്ട് ഞാൻ കുഞ്ഞു വടയും ഇതിനോടൊപ്പം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ കണ്ടോ, നമ്മുടെ മനോഹരമായിട്ടുള്ള നമ്മുടെ വട ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ടുണ്ട്.
അപ്പോൾ ഇത് നമുക്ക് ഈവനിങ് ടൈമിൽ നമുക്കൊരു സ്നാക്സായിട്ട് യൂസ് ചെയ്യാം. നമുക്കത് ഏകദേശം ബാക്കി വന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ രസം ഉണ്ടെങ്കിൽ അതിലോട്ട് നമുക്ക് ഈ വട ഇട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അടച്ചു വയ്ക്കുക. പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും നല്ല സോക്കായിരിക്കും ഈ വട. എന്നിട്ട് നമ്മുടെ ദോശയൊക്കെ ഉണ്ടെങ്കിൽ അതിനോടൊപ്പം നമുക്ക് ഒരു കറിയായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്കിത് ഈവനിങ് സ്നാക്കായിട്ട് ഉപയോഗിക്കാം, കറിയായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായില്ലേ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നത് വരെ ബൈ.